ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ലഹരിയുടെ ഒന്നാമത്തെ സാധനമാണ്. ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങളെ വാട്സപ്പ് ഒന്ന് തരി, ഞാൻ നോക്കട്ടെ. നിങ്ങളാറ്റം 2018 ഡിലീറ്റ് ചെയ്ത സാധനം തിരിച്ചെടുക്കുകയാണെങ്കിൽ എത്ര ആൾ കസേരമേലിരിക്കും? വേണ്ടാത്തൊരു സംഗതി ഇതിൻ്റെ കൂടി പറയണ്ടേക്ക്. എന്തെങ്കിലും പറയുകയാണെങ്കിൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി ചെവിട്ട് പറയാ ബൊമ്പും. ബാക്കി ഈ സാധനത്തിൻ്റെ ഉള്ളിൽ കൂടി പറയുന്ന ഏത് സാധനവും തെളിവാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് കൂടി ഈ ലഹരിയുടെ ലോകത്ത് നിങ്ങളാണ് ഓർമ്മിച്ചാടെ വെച്ചേക്കണം. അപ്പൊ ആര്യൻഖാൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെയും മകന്റെയും കാര്യം പറയണ്ട എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നിങ്ങളെ മക്കളൊക്കെ പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വിട്ടേക്ക്. ലഹരിയുടെ ലോകത്ത് 4 ലഹരികളാണ് ഉള്ളത്. ഒന്നെന്താണെന്നറിയോ? ഒന്ന് സെക്സ് ആണ്, രണ്ടാമത്തെ ലഹരി മൊബൈൽ ഫോണാണ്, മൂന്നാമത്തത് മദ്യവും മയക്കുമരുന്നുമാണ്, നാലാമത്തെ സ്പോർട്സ് ആണ്. ഈ മുക്കത്തും മലപ്പുറത്തുള്ള ആളുകൾക്ക് ഫുട്ബോളോടാണ് കമ്പം, ഭയങ്കര ഫുട്ബോൾ ജീവനാണ്, ഫുട്ബോൾ ലഹരിയാണ് അവർക്ക്. അതിനപ്പുറത്തേക്ക് ഒരു ജീവിതം ഒരിക്കില്ല. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഓല ജീവിതത്തിലേക്ക് വേറൊന്നും കടന്നു വരില്ല. രണ്ടാമത്തെ സെക്സ് പിന്നെ പ്രശ്നമല്ല. സെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റായ രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടപെട്ടിട്ട് അത് നിർത്തിപ്പിക്കാം, 2 അടികളും കൊണ്ടാ നിൽക്കും. മൂന്നാമത്തെ മൊബൈൽ ഫോണിന്റെ ഭ്രാന്ത് നിൽക്കൂല. മൊബൈൽ ഫോണിൽ അടിമപ്പെട്ട തലതാഴ്ത്തപ്പെട്ട ഒരു ജന്മത്തിന് 7 കൊല്ലാകുമ്പോഴേക്കും ലഹരിയിലേക്ക്, മദ്യത്തിലേക്ക്, മയക്കുമരുന്നിലേക്ക് ഒരു സ്റ്റെപ്പ് കടന്നു വെക്കുന്ന ഓർമ്മിച്ച് വെച്ചോളിങ്ങൾ. ഇപ്പൊ നിങ്ങളെ മക്കളിപ്പം നമ്മളെ മക്കളെ കുറിച്ച് പറഞ്ഞില്ല, നമ്മളെ മക്കൾ നന്നാണെന്നാണ് നിങ്ങൾ എൻ്റെ ഒക്കെ ആഗ്രഹം. അതുകൊണ്ടാണ് ഓൺലൈൻ വിദ്യാഭ്യാസം വന്നപ്പോൾ എല്ലാ ആളുകളും എന്ത് കൊടുത്തു? മക്കൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ മൊബൈൽ ഫോണിലൂടെ മാത്രമേ ഓൺലൈൻ വിദ്യാഭ്യാസം നടക്കുന്നല്ലേ നിങ്ങളെയും ഞാനെയും മക്കൾ പറഞ്ഞു പഠിപ്പിച്ചത്? മൊബൈൽ ഫോണിൽ ഇല്ലെങ്കിൽ ഞാൻ പഠിക്കൂല എന്ന് പറഞ്ഞില്ലേ? എനിക്ക് പഠിക്കാൻ പറ്റിക്കില്ല, ഞാൻ മരിച്ചാളി എന്ന് പറഞ്ഞില്ലേ? കേരളത്തിൽ മരിച്ചില്ലേ? നിങ്ങളും ഞാനും കുറച്ചും കൂടി ഉയർന്ന് ചിന്തിക്കേണ്ടിയിരുന്നു. ഒരു സ്മാർട്ട് TV വാങ്ങിച്ചു കൊടുക്കണമായിരുന്നു ഈറ്റേക്ക്. സ്മാർട്ട് TV എന്ന് പറഞ്ഞാൽ ചുമരമ്പ് വെക്കുന്ന സാധനമില്ല, അതിൽ ഈ വാട്സപ്പും ഫേസ്ബുക്കെല്ലാം ഉണ്ടാവും. അതുമ്മ കൂടി ഇപ്പൊക്കെ വാങ്ങാൻ പറ്റുമോ? ഒരു 10,000-18,000 രൂപ 20,000 രൂപ ഉണ്ടെങ്കിൽ ഒരു സ്മാർട്ട് TV കിട്ടുമായിരുന്നു. മക്കളോട് പറയണമായിരുന്നു അതിലൂടെ പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി നമുക്ക് നമ്മളെ മക്കളെ നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നിങ്ങളും ഞാനും ചെയ്തില്ല. സ്മാർട്ട് TV ഉള്ള രക്ഷാകർത്താക്കൾ പോലും മക്കളുടെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു പഠിക്കടാ, പഠിക്ക്, ഇനി എടുത്തോ, ഇനി ഒന്നും നോക്കണ്ടെന്ന് നമ്മൾ ഇതിന്റെ ആയിട്ടുള്ള കയ്യിലേക്ക് ഇത് കൊടുത്തില്ലേ? അപ്പൊ നിങ്ങളേക്ക് ഇതും ലഹരിയും തമ്മിൽ എന്താ ബന്ധം ചോദിക്കും. എൻ്റെ 1ാം ക്ലാസ്സിലെ മോൻ, ഞാൻ ഇതിനെ മൊബൈൽ ഫോണിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ്. മൊബൈൽ ഫോൺ വേണ്ട എന്നൊരു സ്ഥലത്ത് നമ്മൾ പറയുന്നില്ല. മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും എല്ലാം വേണം. പക്ഷെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നമ്മളെ മക്കളെ നമ്മൾ പ്രാപ്തനാക്കണം. ലഹരി പണ്ട് ഇപ്പൊ സിഗരറ്റും കള്ളും ഒക്കെ പണ്ടേ ഈ ലോകത്തുണ്ട്, ഇല്ലേ? ലഹരി സിഗരറ്റും കള്ളും കഞ്ചാവും നാടനൊന്നും ഇല്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നോ? പക്ഷെ ചങ്കൂറ്റമുള്ളൊരു സമൂഹം ഉണ്ടായിരുന്നു. ഞാനത് ഉപയോഗിക്കില്ല എന്ന് ചങ്കൂറ്റത്തോടുകൂടി മദ്യത്തിന്റെ കടയുടെ മുന്നിലൂടെ നടന്നുപോയ ഒരു യൗവന കാലഘട്ടം ഉണ്ടായിരുന്നു നിങ്ങൾക്കും എനക്കൊക്കെ. അവിടെയാണ് വിഷയം. വേണ്ടാന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്, നിങ്ങളാണ്, നമ്മുടെ മക്കളാണ്. ആ മക്കളെ വേണ്ട എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് മനസ്സ് മാറ്റിക്കൊണ്ടുവരുവാൻ അവിടെയാണ് ബോധവൽക്കരണത്തിന്റെ പ്രസക്തി. അവിടെയാണ് ബോധവൽക്കരണം. ഒരുത്തം വന്ന് നമു എന്ന് പറഞ്ഞിട്ട് 1.5 മണിക്കൂർ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. വീട്ടിൽ നിന്ന് നിരന്തരം മക്കളോട് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഡിജിറ്റൽ ലഹരിയുടെ കാലഘട്ടത്തിൽ നിങ്ങളും ഞാനും കുറച്ചും കൂടി അലേർട്ട് ആവേണ്ടതുണ്ട്. ഒറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. വടകര പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം വടകര റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ വന്നിറങ്ങിയപ്പോൾ ഒരാൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ആ പയ്യന്റെ കീശയിൽ സാധനമുണ്ട്. ഒരുത്തൻ വിളിച്ചു പറയാ, കൃത്യമായി വിളിച്ചു പറയാണ്. അപ്പൊ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഒരു പയ്യനോട് ചോദിക്കുമ്പോൾ പയ്യൻ ആരാന്നറിയോ? ബാംഗ്ലൂരിൽ MBBS പഠിക്കുന്ന ഒരു ചങ്ങായി. നമുക്കാകെ ബേജാറായി. മലയാളിക്ക് അങ്ങനെ ഒരു തകരാറുണ്ട്. ഇൻസൈഡും പാൻറ്റും നല്ല ഷൂ എല്ലാം ഇട്ടാവൻ കള്ളനല്ല, ഓൻ നല്ലോനാണ്. ഒരു ലുങ്കിയും കീറിയൊരു ലുങ്കിയും ഒരു കയ്യില്ലാത്ത വന്യനിട്ടാലും ഓൻ കള്ളനാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഒരു മോഷണം നടന്നാൽ ആദ്യം നിങ്ങൾ പിടിക്കുവരാ അതിലോട്ട് ഇപ്പൊ ലുങ്കി ഇട്ടോ ഞാൻ ഇൻസൈഡാക്കി ആരെങ്കിലും നിങ്ങൾ പിടിക്കുവോ? ഇല്ല, ഓൻ ചെയ്യൂല എന്നുള്ളൊരു ധാരണ ഉണ്ട്. ആ ധാരണയാണ് കേരളത്തിലെ ലഹരി വ്യാപാരികൾ ഇന്ന് മിസ്യൂസ് ചെയ്യുന്നത്. ലഹരി കടത്തുന്ന ഏറ്റവും പുതിയ വണ്ടി ബെൻസ് കാറാണ്. അറിയോ നിങ്ങൾ? ഏതെങ്കിലും ഒരു പോലീസുകാരൻ ബെൻസ് കാർ കൈ കാണിച്ചിട്ട് ഇപ്പൊ കഞ്ചാവ് ഉണ്ടോ നോക്കും ധൈര്യമുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ബെൻസ് കാറിൽ കഞ്ചാവ് കടത്തുന്നു? ഇല്ല. ആ ഒരു മനുഷ്യന്റെ മാനസികമായിട്ടുള്ള തലങ്ങളെ വല്ലാതെ മിസ്യൂസ് ചെയ്യുന്ന ഒരു ലോബി ഇവിടെ ഉണ്ട്.
അതുകൊണ്ട് നിങ്ങൾ മനസ്സിലായിക്കോളി, വെളുത്തോനാണെങ്കിലും കറുത്തോനാണെങ്കിലും നിങ്ങൾ നല്ലോനാണെന്നൊന്നും വിശ്വസിക്കണ്ട. അവന്റെ പെരുമാറ്റത്തിലൂടെ, അവന്റെ ഇടപെടലുകളിലൂടെ നല്ലവനാണോ ചീത്തവനാണോ നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആളാരാന്നറിയോ? ഉമ്മയാണ്. നേരത്തെ പറഞ്ഞില്ലേ ഡി ജെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാട്ട് പാടുക. നിങ്ങൾ ഡി ജെ പാർട്ടി പങ്കെടുത്തിട്ടുണ്ടോ? നെഞ്ഞ് പൊട്ടുന്ന ഒച്ചയായിരിക്കും, ബും ബും. നമ്മളെ ഇമ്പും ബും എന്നൊന്നല്ല, നമ്മളെ അതിൽ പെട്ടുപോയാലും നമ്മളെ ഹൃദയം അങ്ങ് പോകുന്ന പോലെ തോന്നും. ആ പാർട്ടിയിൽ യുവാക്കൾ ഇങ്ങനെ മണിക്കൂറുകളോളം തുള്ളുന്നത് കാണാം. നിങ്ങൾ എത്ര മണിക്കൂർ തുള്ളും? നിങ്ങൾ മാക്സിമം 15 മിനിറ്റ് ഒരു മനുഷ്യന് തുള്ളാൻ പറ്റുള്ളൂ. ഞാനെല്ലാം 2 മിനിറ്റായിട്ട് തുള്ളു. നമ്മളെല്ലാം അന്തം വിട്ട ഇതായതുകൊണ്ട് തുള്ളാനേ പറ്റൂല. നിങ്ങൾക്കെല്ലാം കുറച്ചും കൂടി പറ്റും. പക്ഷെ ഡി ജെ പാർട്ടിയിൽ പങ്കെടുക്കുന്ന നമ്മളെ കൂച്ചാൻ താടിയുള്ള സാധനവും മക്കളെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഒരു മുള്ളു പോലത്തെ സാധനവും ഒരു ട്രൗസറിൽ അങ്ങ് കഴിഞ്ഞു പോകുന്നൊരു ട്രൗസറും കൈക്കൊരു ബാൻഡും, എന്തൊക്കെയോ ഒരു വികൃത ജീവി. ഈ വികൃത ജീവി കൂട്ടങ്ങളാണ് ഇതിന്റെ മുന്നിൽ ഉണ്ടാവുക. എന്നിട്ട് ഇത് വെക്കും പോലെ അങ്ങ് തുള്ളുന്ന വെച്ചാൽ മണിക്കൂറുകളോളം തുള്ളും. അപ്പൊ നമ്മൾ പറയും ചെക്കനല്ലോ അതാണ് പറയും. നമ്മൾ ചെന്നപ്പോ മണക്കൊന്നുമില്ല, ഓറ മോനല്ലേ. പക്ഷെ പാട്ടോൻ എന്തോ ഉണ്ട്, അന്നേരം തുള്ളുന്നത് തുള്ളല, അവസാനം വരെ തുള്ളുന്നുണ്ടെന്ന് മനസ്സിലായിക്കോ നിങ്ങള്. അത് എന്തോ സാധനം അടിച്ചിട്ടുള്ള തുള്ളലാണ്. ഇനി സാധനം അടിച്ചെന്ന് കൊന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഒരു ശാസ്ത്രീയ പഠിച്ചതിനും പറ്റില്ല. അപ്പോ അത് ഉമ്മക്ക് മാത്രമേ മനസ്സിലാവൂ. 48 മണിക്കൂർ വൻ തുള്ളും. 48 മണിക്കൂർ തലച്ചോറിലേക്കുള്ള കണക്ഷൻ 48 മണിക്കൂർ ഉണ്ടാവില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് എന്തെങ്കിലും ചെയ്യരുത് എന്ന് തോന്നുന്നു? ഇപ്പം ഈ തലച്ചോറുമായിട്ട് ഈ ഞരമ്പുകൾക്കെല്ലാം നല്ല കണക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് അമ്മേനെയും ഉമ്മേനെയും പെങ്ങന്മാരെല്ലാം മനസ്സിലാവും. ഇത് ഉമ്മ, ഇത് പെങ്ങൾ, ഇത് ബാപ്പ. ഈ കണക്ഷൻ അങ്ങ് പോയാലോ നമ്മൾ പച്ച മലയാളത്തിൽ പെരാന്തെന്ന് പറയും. പെരാന്തനെന്ത് കുഞ്ഞിരാമ മാഷ്, പെരാന്തനെന്ത് നായി എന്നൊക്കെ ചോദിക്കാറില്ല നമ്മൾ. അതേപോലെ പെരാന്തന് നായിനെയും കുഞ്ഞിരാമ മാഷൊന്നും തിരിയില്ല. അതേപോലെ ഈ ലഹരി വസ്തു ഉപയോഗിക്കുന്ന ചങ്ങായിക്ക് ആരെയും മനസ്സിലാവില്ല. തുള്ളലെന്ന് പറഞ്ഞാൽ തുള്ളലോട് തുള്ളല്. 48 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവാൻ 48 മണിക്കൂർ അവന് ഇളകുവാൻ പറ്റൂല. വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ പുഴുവിനെ പോലെ കിടക്കുക. അത് ആർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ? ആർക്കേ മനസ്സിലാവുള്ളൂ? ഉമ്മക്കേ മനസ്സിലാവും. ഇനി എന്ന് വിചാരിച്ചിട്ട് ചെക്കന് തലവേദനയായിട്ട് എസ് പോലെ കടന്നിക്കണ്ടേ ഡിജിറ്റൽ എന്ന് പറഞ്ഞ് അടിച്ചിക്കണ്ട പിന്നെയും പ്രശ്നം സൃഷ്ടിക്കും. നിങ്ങൾ ഇത് കൃത്യമായ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കേണ്ട സാധനമാണ്. ഇനി കഞ്ചാവ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കഞ്ചാവ് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ഒച്ച ഉണ്ടാവും. അങ്ങനെയാ കഞ്ചാവ് ഇറങ്ങിപ്പോവാ. അപ്പൊ വീട്ടിൽ കുത്തിരിച്ച് കോനാ കുത്തിരിച്ച് ബാപ്പയോ അല്ലെങ്കിൽ ചെക്കനാറ്റോ എന്നിങ്ങനെ ഇങ്ങനെ ഇറക്കുന്നുണ്ട്. മനസ്സിലാക്കണം കഞ്ചാവ്. ഇതൊക്കെ മനസ്സിലാക്കാൻ ഉമ്മമാർക്ക് ഉമ്മയാണെങ്കിൽ കഴിയും. അവിടെയാണ് വിഷയം. അതുകൊണ്ടാണ് പറഞ്ഞത് ഉമ്മമാർ കൃത്യമായിട്ട് നട്ടലുള്ളവരായി മാറണം. അതിന് ധൈര്യം കൊടുക്കണം. അത് ഏത് പ്രായത്തിൽ? നേരത്തെ സാറ് പറഞ്ഞില്ല ആ മകനെ അച്ഛനടിച്ചു ബാപ്പേനെ അടിച്ചു എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് ബാപ്പേനെ അടിക്കാൻ കൈപൊന്തിയത്? ചൊട്ടയിൽ തിരുത്താൻ ആ രക്ഷകർത്താവിന് കഴിഞ്ഞില്ല. 3 വയസ്സുകാരനെ നിയന്ത്രിക്കുന്ന നിയന്ത്രണം 12 വയസ്സുകാരനെ അതേപോലെ നിയന്ത്രിക്കാൻ, 15 വയസ്സുകാരനെ അതേപോലെ നിയന്ത്രിക്കാൻ രക്ഷകർത്താക്കൾക്ക് ചങ്കൂറ്റില്ലാതെ പോയി. അവിടെയാണ് വിഷയം. അതുകൊണ്ട് ഉമ്മക്ക് എന്ത് ചെയ്യണം? നമ്മളെ 18 വയസ്സിന് താഴെയുള്ള മക്കളെ ശക്തമായി തിരിച്ചു കൊണ്ടുവരണം. അവർ പഠിക്കൊന്നും വേണ്ട. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം. നമുക്ക് മനുഷ്യന്മാരായിട്ട് ഇവിടെ ജീവിക്കണം. ഈ സ്ഥലത്ത് എല്ലാവരും മനുഷ്യരായിട്ട് നമുക്ക് ഇന്ന് മാറ്റണം. നിങ്ങൾ മനുഷ്യന്മാരാണോ? യെസ് ഓർ നോ? നിങ്ങൾക്ക് എന്നെ സംശയമാണ്. നിങ്ങളിപ്പോ ഞാൻ മനുഷ്യന്മാരാണെന്ന് വെച്ചപ്പോ എല്ലാവരും ഇങ്ങനെ നോക്കുവാണോ? അല്ലേ? ഈ ചങ്ങായിക്ക് എന്തോ തകരാറുണ്ട്. എനിക്ക് തകരാറുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിയത്? ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് മനുഷ്യന്മാരാണെന്ന് ചോദിച്ചതെന്ന് അറിയോ? നിങ്ങൾ ഞാൻ 2 മണിക്കൂർ ഇവിടെ ഒരു 1.5 മണിക്കൂർ എന്തായാലും നിങ്ങളൊരൊറ്റ ഇരുത്താം. ആ ഇരുത്തം കാണുമ്പം ഒരു പോലീസുകാരൻ എന്ന രീതിയിൽ നിങ്ങൾ ലേശം കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്താണെന്നറിയോ? മനുഷ്യന്മാരാകുമ്പോൾ എന്ത് വേണമെന്നറിയോ? ചില വികാര പ്രകടനങ്ങളും വേണം. കൂക്കിയിടേണ്ട അടുത്ത് കൂക്കിയിടണം, കൈമുട്ടേണ്ട അടുത്ത് കൈമുട്ടണം, പോടാന്ന് പറയേണ്ട അടുത്ത് പോടാന്ന് പറയണം. നിങ്ങൾ ഇതൊന്നുമില്ല, ഒറ്റ ഇരിപ്പാണ്. ഇപ്പൊ മനുഷ്യനാണോ എന്ന് ചോദിച്ചപ്പോഴും നിങ്ങൾക്ക് ഒരു കൂസലുമില്ല. ആണോ? ഇനി അങ്ങ് പ്രഖ്യാപിച്ചുകൂടുക എന്നുള്ള രീതിയിലാണ്. പറ്റൂല, ഇത് പറ്റൂല, ഇത് നമുക്ക് അനുവദിക്കാനേ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ മനുഷ്യനാണ്. അതിന് മനുഷ്യനാണോ നിങ്ങൾ ഇന്ന് മുതൽ പരിശോധിക്കണം. നിങ്ങൾ ഈ ഞാൻ പറയുന്ന ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തായില്ലേ, പിന്നെ നിങ്ങൾ ഒന്നും പേടിക്കണ്ട, അത് ചെയ്യണം. നിങ്ങൾ മനുഷ്യന്മാർ ഒരിക്കൽ കൂടി ഞാൻ ഈ മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? കണ്ണിലേക്ക് നോക്കിയിട്ട് ഇരിക്കാൻ പറ്റും മനുഷ്യന്മാർക്ക്.
നിങ്ങൾ മനുഷ്യന്മാരാണെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ കണ്ണിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കണ്ണിലേക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ കണ്ണിലേക്ക്. പിന്നെ രണ്ടാമത്തെ പ്രത്യേകം, മനുഷ്യന്മാർക്ക് നട്ടലുണ്ടാവും. ഇരുത്തല്ല ഇങ്ങനെ നട്ടൽ നിവർത്തിയിട്ടിരിക്കും. ഈ സ്കൂട്ടർ സ്റ്റാൻഡുമ്പോൾ തട്ടിയ പോലെ ഇരിക്കൂലാരും. നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? നിങ്ങൾ നല്ല ആൾക്കാരാട്ടോ, കുറച്ചാളത് ഇങ്ങനെ ആക്കുന്നു. അപ്പോൾ നിങ്ങൾ നന്നാവും. ഉപദേശം കിട്ടിയാൽ നിങ്ങൾ നന്നാവും. അതാണല്ലോ ഇപ്പം നട്ടലുണ്ടെന്ന് വെച്ചപ്പോൾ നിങ്ങൾ നട്ടൽ നിവർത്തി. നിങ്ങളിപ്പോൾ നട്ടൽ കുറച്ച് കഴിഞ്ഞിട്ട് നിവർത്താവും. കാരണം നിങ്ങളെ മനസ്സിൽ നല്ലൊരു ശരീരത്തിൽ നല്ലൊരു ഹൃദയമുണ്ട് എന്നാണ് ഈ ഒരു മാറ്റം തെളിയിക്കുന്നത്. നിങ്ങൾ നേരെ ഇരിക്കുന്ന പറയുമ്പോൾ നിങ്ങൾ നേരെ ഇരുന്നു. മനുഷ്യന്മാരാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആണോ എന്ന് ഇങ്ങനെ ആകെ കൺഫ്യൂഷനായി. ഇപ്പം ഞാൻ മനുഷ്യന്മാരാവാൻ വേണ്ട ടിപ്സ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വളരെ താല്പര്യത്തോടു കൂടി എൻ്റെ കണ്ണിലേക്ക് ഇപ്പം നോക്കുന്നുണ്ട്. ഈ നോട്ടവും ഈ ഒരു ചലനവും നിങ്ങളുടെ കണ്ണിലും മനസ്സിൽ എപ്പോഴും നിതാന്ത ജാഗ്രത ഉണ്ടാവണം. അതിന് കണ്ണിലേക്ക് നോക്കണം. അല്ലാണ്ട് മേലോട്ട് നോക്കിയിരുന്നാൽ നിതാന്ത ജാഗ്രത ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളെല്ലാവരും എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്ക്. നല്ല നോട്ടാട്ടോ, ഗംഭീരം, മനുഷ്യന്മാരെ തന്നെ. ഇനി ഇതുകൊണ്ടൊന്നും മനുഷ്യന്മാരാന്ന് പറയില്ല. മനുഷ്യന്മാരാണെന്ന് പറയണമെങ്കിൽ നിങ്ങൾ കണ്ണിലേക്ക് നോക്കിയിട്ട് ചിരിക്കാൻ പറ്റണം. നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുമോ? ഒന്ന് ചിരിക്കും. നല്ല ചിരിയാട്ടോ. വെളിമണ്ണുള്ള ഞാനൊന്നും ഇപ്പം പറയുന്നില്ല. സലീംക, ഇവൽക്കെല്ലാം എന്തോ ഒരു കുഴപ്പമുണ്ട്. കാരണം ചിരിക്കാൻ പറഞ്ഞപ്പോ 1/3 പോലും ചിരിച്ചു. എന്ത് ചിരി എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പൊ ഡ്രസ്സ് കഴിച്ചിട്ട് തുള്ളുവാനൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ അതേസമയം DJ പാർട്ടി തുള്ളു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഒരു പാട്ട് വെച്ചാൽ ഇതിലുള്ള എല്ലാവരും തുള്ളു, എനിക്കറിയാതെ. പക്ഷെ നിങ്ങളോട് ചിരിക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്നറിയോ, നിങ്ങളെ വല്ലാത്തൊരു അഹങ്കാരം നിങ്ങളെ ശരീരത്തിലുണ്ട്. എന്താണെന്നറിയോ, ഓൻ വന്നിട്ട് ചിരിക്കുവാൻ പറയുമ്പോൾ നമ്മളങ്ങ് ചിരിക്കുക. അങ്ങാനുള്ള അങ്ങായി എൻ്റെ പട്ടി ഇരിക്കും. മനസ്സിലായില്ലേ? ഈ രീതിയിലുള്ള ചിന്ത മലയാളിക്ക് ഉണ്ടാവും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ചിരിക്കണം. ഈ ചിരി ഇന്ന് മുതൽ തുടങ്ങണം. നിങ്ങൾ ആദ്യം ഇടുന്ന ചിരിക്കേണ്ടത്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇന്ന് വീട്ടിൽ പോവോ? നിങ്ങൾ വീട്ടിൽ പോവോ? വീട്ടിൽ പോകുമ്പം ബാപ്പ കോനാലിരിക്കുന്നുണ്ട്. ബാപ്പൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഒറ്റ ചിരി. ബാപ്പ നിങ്ങളെ കണ്ണിലേക്ക് നോക്കി ചിരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോ, അതാണ് തങ്കപ്പെട്ട ബാപ്പ. ആ ബാപ്പ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. ഇനി ഉള്ളിലേക്ക് പോകുമ്പോൾ ഭാര്യ ഉണ്ടാവും. ഭാര്യേന്റെ കണ്ണിലേക്ക് ഒരൊറ്റ നോട്ടം. ഭാര്യയെ അപ്പം ഭാര്യ നിങ്ങളെ കണ്ണിലേക്ക് നോക്കി ചിരി മടക്കി തന്നിട്ടുണ്ടെങ്കിൽ അതാണ് തങ്കപ്പെട്ട ഭാര്യ. ഇനി മക്കളെ കാണുമ്പോൾ മക്കളെ കണ്ണിലേക്ക് നോക്കി ചിരിക്കണം. മക്കൾ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി ചിരി മടക്കി തരുന്നുണ്ട് എങ്കിൽ ലഹരിക്കടിമപ്പെടാത്ത, പ്രണയത്തിനടിമപ്പെടാത്ത, നമ്മളൊക്കെ വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു മനുഷ്യക്കുരുന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത് മാത്രം നിങ്ങൾ ചെയ്യണ്ടു. നിങ്ങൾ ഇതൊന്നും ചെയ്യാണ്ട് കുട്ടിക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കണോ, വേണ്ടാത്തെല്ലാം പിന്നെ പഠിക്കുന്ന സാധനം കൊടുത്തിക്കില്ലേ, അത്തർ കൊടുത്തിക്കില്ലേ, ഓന് എന്തെന്നാ കുഴപ്പമൊന്നും പറഞ്ഞു കൊടുത്തില്ല. നിങ്ങൾ കൊടുക്കേണ്ടത് കണ്ണിലേക്ക് നോക്കിയുള്ള ചിരിയാണ്. ഈ ചിരി നിർത്തുമ്പോൾ നിങ്ങൾ കൈവന്തിക്കണം. ഇപ്പം കിട്ടൂ ചിരിക്ക് എന്ന് പറയണം. പറ്റുമോ നിങ്ങൾക്ക്? അതിനാദ്യം നിങ്ങൾ ചിരിക്കണം. ആ ചിരി നാട്ടിലേക്ക് പോകണം. നാട്ടിൽ ഈ റോഡുമ്പോൾ കാണുമ്പോൾ സകലാളോടും ചിരിക്കണം. നിങ്ങൾ ഇനി ഏടിയാ പോന്നേന്ന് ചോദിക്കണം. പോന്ന കുട്ടികളോട് ഏടിയാ മോനെ പഠിക്കുന്നത്, ഇനി ഏടിയാ പോകുന്നത്. അങ്ങനെ സകല ആളുകളുടെ ഇടപെടലുകൾ നമ്മളെ മക്കളുടെ മുന്നിലുണ്ട് എങ്കിൽ ഏതെങ്കിലും കുട്ടികളെ മുമ്പിൽ നിന്ന് സിഗരറ്റ് വലിക്കുവോ? ആ ഒരു ചോദ്യവും ഉത്തരവും നമ്മളെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്റെ മുമ്പിലിരിക്കുന്ന വെളിമണ്ണയിലെ ഓരോ പൗരനും ആൺപെൺ വ്യത്യാസമില്ലാതെ ഇടപെട്ടാൽ മാത്രമേ ഇതിനെ ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റാൻ പറ്റൂ. നമുക്ക് ലോകത്തൊന്നും വേണ്ട, നമ്മളെ നാട്ടിൽ നിന്നും നമ്മളെ വീട്ടിൽ നിന്നും ഇതിനെ തുടച്ചു മാറ്റണം. അതിന് ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചിരിക്കണം. ചിരിച്ചാൽ മാത്രം പോരാ, കരയാൻ തോന്നും അന്നേരം കരയണം. ഭാര്യയായിട്ട് എന്തെങ്കിലും ചീത്ത വിളിച്ചിക്കേണ്ട ഒരു ഭർത്താവും പേടിക്കണ്ട. ബാത്റൂമിൽ പോവാ, പൊട്ടിക്കരിയ, വേന്നങ്ങ് കരിയ. ആ കരച്ചിൽ കഴിഞ്ഞ് വരുമ്പോഴൊക്കില്ലേ നമുക്കൊരു ദുഃഖം ഉണ്ടാവില്ല. വേണം പരിശോധിച്ച് നോക്ക് നിങ്ങൾ. അങ്ങനെ എൻ്റെ ഇപ്പം നമ്മളെ ഉമ്മമാർക്കുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? മക്കൾ കരയുന്ന ഓലിക്ക് ഇഷ്ടമല്ല. ശരിയാണോ തെറ്റാണോ? മക്കളെ കരയിപ്പിക്കാൻ നമ്മളെ ഉമ്മമാർ തയ്യാറാണ്. കരയിപ്പിക്കണം മക്കളുടെ വികാരങ്ങൾ, ദേഷ്യങ്ങളെല്ലാം കരച്ചിലൂടെ ഒഴിവായി പോകണം. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ സൂപ്പി മാഷക്കെല്ലാം എന്ത് നല്ല മാഷാണ്. സൂപ്പി മാഷെല്ലാം എന്തിനാന്നറിയില്ല, ഓരോ പോകുമ്പോൾ പൊട്ടിച്ചും കിട്ടേരും. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ട് എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴാണ് സൂപ്പി മാഷോട് ദേഷ്യമൊന്നും നമുക്കില്ല. കാരണം കരയുമ്പോൾ ദേഷ്യം മാറിപ്പോകും. അങ്ങനെ ദേഷ്യം മാറാത്ത കുട്ടിയാണ് 15 കൊല്ലം മുമ്പേ മാഷോനെ അടിച്ചപ്പോൾ ആ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പോയിട്ട് മാഷ കാലുമുട്ട് തയ്ച്ചൊടിച്ചിട്ടുണ്ട് കേരളത്തിൽ. വായിച്ചിട്ടുണ്ട് പത്രത്തിൽ. ഒരു കരച്ചിലറിഞ്ഞൂടാത്ത മനുഷ്യനില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ലഹരിക്ക് ലഹരി നിങ്ങൾ ഇപ്പം ചോദിക്കും, ഇവൻ ലഹരിയായിട്ട് എന്തെങ്കിലും പറയുന്നു. ലഹരിയായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇത് തന്നെയാണ്. ചിരി നഷ്ടപ്പെട്ട സമൂഹം തിരിച്ചു പിടിക്കണം ചിരിയെ. അതിന് നിങ്ങൾക്ക് ചിരി നഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ?
നിങ്ങളിപ്പോൾ ഞാൻ ചിരിക്കുന്ന പറഞ്ഞപ്പോൾ നിങ്ങൾ ഉടനെ എന്ത് ചെയ്തെന്ന് നിങ്ങൾ വാട്സപ്പ് എടുത്ത് ഓൻ്റെ നമ്പർ ഉണ്ടാ, എൻ്റെ നമ്പർ ഉണ്ടോ നിങ്ങൾ ചോദിച്ചു. എന്തിനാ? ചിരിക്കാൻ. അതിലുള്ള ചിരിയുണ്ട്, ഒരു ചുവന്ന ചിരി. ഈ ചിരി മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. പകരം കണ്ണിലേക്ക് നോക്കിയുള്ള ചിരി നിങ്ങൾ മറന്നു. അതുകൊണ്ട് ഇന്നു മുതൽ ഇവിടെ നമ്മൾ പ്രതിജ്ഞ എടുക്കും, നമ്മൾ ഇന്നു മുതൽ ചിരിക്കും. നിങ്ങൾ ചിരിക്കാൻ റെഡിയാണോ? യെസ് ഓർ നോ? അതിനും ഒരു ഉയിസ് എന്നുള്ള ഒച്ചയാണ്. നിങ്ങൾ ഒന്നും കൂടി പറയും, നിങ്ങൾ ചിരിക്കുമോ? വെരി ഗുഡ്. നിങ്ങൾ നന്നാവും കേട്ടാ. ഉഷാറായി വരുന്നുണ്ട് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് കിട്ടേണ്ട സാധനം ഇങ്ങനെ കിട്ടാത്തതാണ് വിഷയം. അപ്പോൾ എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ഒരു നന്മ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ലഹരിക്കെതിരെ പോരാടുവാൻ വെളിമണ്ണയിൽ എന്റെ മുമ്പിലിരിക്കുന്ന സകല മനുഷ്യരും ജാതി മത വ്യത്യാസമില്ലാതെ, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരുടെ കണ്ണിലേക്ക് നോക്കി ചിരിക്കാൻ തയ്യാറാവണം. ചെറിയ മക്കൾ എന്തായാലും ഒഴിവാക്കരുത്. നിങ്ങളെ വീട്ടിൽ എല്ലാവരോടും ചിരിക്കാറുണ്ടാ? എന്നാ നിങ്ങൾ പറയുന്ന വെറും വിടലാണ്. കഴിഞ്ഞ ദിവസം ജയസൂര്യ എന്ന് പറഞ്ഞ സിനിമാ നടനോട് ചോദിച്ചു, ജയസൂര്യ എന്റെ മകൻ എങ്ങനെ വളരണം എന്നാണ് ആഗ്രഹം. ജയസൂര്യ പറഞ്ഞ നിങ്ങളെ മകൻ എങ്ങനെ വളരണം എന്ന് വെച്ചാൽ നിങ്ങൾ എന്നാ പറയാ? ശാസ്ത്രജ്ഞൻ, ചൊവ്വ, അങ്ങനെ അസ്ട്രോണറ്റ്. നമുക്ക് വായി പൊട്ടാത്ത സാധനങ്ങളാ മക്കളാവണം നിങ്ങൾ ആഗ്രഹം. ജയസൂര്യ പറഞ്ഞു, എന്റെ മകൻ TV കാണുമ്പോ എന്റെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ TV-യിൽ നിന്ന് കണ്ണുയർത്തി വന്ന ആളെ നോക്കണം. ഓൺലൈൻ മൊബൈൽ ഫോണിൽ കളിക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ മക്കൾ മൊബൈൽ ഫോണിൽ നിന്ന് തലയുയർത്തി വന്ന ആളെ മുഖത്തേക്കൊന്ന് നോക്കണം. വായിക്കുകയാണെങ്കിൽ പുസ്തകം മടക്കി വെച്ച് വന്ന ആളെ കണ്ണിലേക്ക് നോക്കണം. ഞാൻ വിചാരിച്ചു, നിങ്ങളെപ്പോലെ തന്നെ ഞാൻ വിചാരിച്ചു, ജയസൂര്യ എന്ത് പൊട്ടന. നമ്മളെ മക്കളെല്ലാം വീട്ടിലേക്ക് അങ്ങനെ വന്നാൽ എല്ലാവരും നോക്കൂലേ? നോക്കുന്നതാണല്ലോ നിങ്ങളെ വിശ്വാസങ്ങൾ, അതാണല്ലോ. എന്നാ നിങ്ങളെ വിശ്വാസം തെറ്റി. ഇന്ന് നിങ്ങൾ പോയി നോക്കണം. ഞാൻ അന്ന് തന്നെ കെട്ടുംപെട്ടിയിലെടുത്ത് എൻ്റെ അടച്ച് നോക്കിയത് 7:45 എൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ എൻ്റെ അമ്മയും ഭാര്യയും സീരിയൽ കാണണം. ഞാനൊരിക്കലും 7:45 എത്തില്ല. ഇപ്പം ക്ലാസ്സെല്ലാം കഴിഞ്ഞ് അട്ടപ്പാരൊക്കെ എത്തും. അതുകൊണ്ട് അന്നോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും രണ്ടാളും ഞാൻ നോക്കുമ്പോൾ അമ്മ കരയുന്നു, ഭാര്യ ആശ്വസിപ്പിക്കുന്നു. അപ്പൊ ഞാൻ വന്നാൽ അറിയിക്കണമല്ലോ. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെയെല്ലാം കുറെ ആകിയപ്പോ അമ്മക്ക് നോക്കുവാൻ പറ്റിയില്ല. ഭാര്യ ഒന്ന് ഓട്ടക്കണ്ണിട്ട് എന്നെ നോക്കിയപ്പോ ഞാനാണ്. ഞാൻ ചോദിച്ചല്ലമ്മ എന്തിനാ കരയുന്നത്? ഞാൻ അമ്മ ഒന്നും പറയുന്നില്ല. ഭാര്യ പറഞ്ഞു TV-യിലേക്ക് നോക്കാൻ. അപ്പൊ ഞാൻ TV-യിലേക്കൊന്ന് നോക്കി. നോക്കുമ്പോ TV-യിൽ ഒരു സീരിയലാ. സീരിയൽ എന്താ കഥ എന്നറിയോ? ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഭാര്യ പോവാ കാമുകന്റെ കൂടെ. എൻ്റെ അമ്മ പ്രാർത്ഥിക്കുകയാണ്, ഭർത്താവ് പിടിക്കരുതേ പടച്ചോനെ, രക്ഷിക്കണേ. ഭാര്യ പറഞ്ഞു, ഇല്ല പേടിക്കണ്ട, പിടിക്കൂല, ഓല് പോയി ജീവിച്ചോട്ടെ. ഇവര് രണ്ടാളിങ്ങനെ കരനടപ്പം ഞാൻ ഒരു ഭർത്താവിന്റെ വേദനകൾ നോക്കണം. നാളെ എൻ്റെ ഓള് പോകുമ്പോൾ അമ്മ പറയൂലേ, പോട് മോളെ ഓൻ്റെ ഓടിന്ന്. അതല്ലേ നമ്മളെ വീട്ടിൽ നടക്കുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വെള്ളത്തിന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു മേശാമലുണ്ട് എന്ന്. ഞാൻ എൻ്റെ മക്കളെ നോക്കിയപ്പോൾ രണ്ടാളും ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ മുഴുകി നിൽക്കുവാണ്. പക്ഷെ എൻ്റെ വീട്ടിൽ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഒരു നായ് വന്നപ്പോൾ 2 ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിനു ഞാൻ. ആ നായ് എന്നെ കണ്ടപ്പോൾ ഇല്ലേ, അങ്ങയുടെ ആ വഴിയിൽ നിന്ന് എൻ്റെ കൂടി തന്നെ ഉണ്ട്, ഇങ്ങനെ കാലിൻ്റെ ഇട കൂടി ഇങ്ങനെ എൻ്റെ കൂടി തന്നെ നടക്കുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിയപ്പോൾ നായ എൻ്റെ കൂടി തന്നെ ഉണ്ട്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു നായാണ്. അപ്പൊ അമ്മ വെള്ളം തോന്നപ്പോ നായ ഓടി മേശപ്പുറത്തേക്ക് പോയിട്ട് പറഞ്ഞു, വന്നോളി, ഇവിടെ ഉണ്ട് വെള്ളം, കുടിച്ചോളി. പക്ഷെ അതിന് എടുത്തു തരാൻ പറ്റാത്തതുകൊണ്ട് അതിന് പറ്റിയില്ല. അത് എൻ്റെ കൂടെ തന്നെ വന്നെന്നെ വലിച്ചു കൊണ്ടുപോയി ഈ വെള്ളത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ച്. ഞാൻ ഒരു വല്ലാത്ത വിഷമത്തോടു കൂടി നമ്മൾ ആ വെള്ളമെല്ലാം കുടിച്ച് തിരിച്ചു വരുമ്പോഴും കരച്ചിൽ നിന്നിട്ടില്ല, പ്രാർത്ഥനയും തുടരുന്നു. ഓൺലൈൻ വിദ്യാഭ്യാസം ഗംഭീരമായിട്ട് പൊടി പിടിക്കുന്നു. ഞാൻ ആ നിമിഷം വിചാരിച്ച എന്താണെന്നറിയോ, കല്യാണം കഴിക്കണ്ടേനും ഒരു നായിനിയാറ്റം കഴിച്ചാൽ മതിയേനും. കാരണം വീട്ടിലേക്ക് വരുമ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒരു തുള്ളി വെള്ളം തരാൻ, ഒന്ന് മുഖമുയർത്തി നോക്കാൻ എൻ്റെ വീട്ടിലെ മനുഷ്യരെന്ന് പറയുന്ന ഒരു മനുഷ്യന്മാർക്കും കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ഇത് എൻ്റെ വീടാട്ടോ. എനിക്ക് വെളിമണ്ണ് നിങ്ങൾ പോകുമ്പോഴേക്ക് ഭാര്യ ഓടി വന്ന്, പ്രിയതമ കടന്നു വരൂ, വെള്ളം വേണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടോ? എനിക്കറിയില്ല വെളിമണ്ണ്, എനിക്ക് അറിയില്ല വെളിമണ്ണിനെ കുറിച്ച്. അതുകൊണ്ട് എൻ്റെ വീട്ടിലെ നടന്ന സംഗതി ഇതാണ്. പിന്നെ എങ്ങനെയാ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, കുട്ടി വാട്സപ്പ് ചാറ്റിൽ എന്ത് നടക്കുന്നു അറിയാത്ത എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും ഉണ്ടെങ്കിൽ പിന്നെ മക്കൾ തലരിഞ്ഞു പോകില്ലേ? അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അന്നത്തെ പത്രത്തിൽ വീണ്ടും ഒരു വാർത്ത. കേരളത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസം തുടങ്ങിയതിന് ശേഷം കേരളത്തിൽ 2 മണിക്കൂറാണ് മൊബൈൽ ഫോണിൽ വിദ്യാഭ്യാസം നടത്തിയതെങ്കിൽ, ഓൺലൈൻ സൂമിൽ ഗൂഗിൾ മീറ്റിൽ ക്ലാസ് നടത്തിയതെങ്കിൽ
കേരളത്തിലെ പ്രിയപ്പെട്ട കുട്ടികൾ 20 മിനിറ്റ് മാത്രമേ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളൂ. പക്ഷേ 4.5 മണിക്കൂർ കേരളത്തിലെ ഒരു കുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് എന്ത് പൊട്ടത്തരാണിത്. എൻ്റെ ഭാര്യയാണ് പഠനമെല്ലാം നോക്കുന്നത്. ഞാൻ ഭാര്യയോട് ചോദിച്ചല്ല, ഭാര്യ മോന്റെ പഠനമെല്ലാം എങ്ങനെയുണ്ട്? പറയും സൂപ്പറാണ്, ഗംഭീരാണ്. ഇതന്നെ പോട്ടെ, ഇപ്പൊ അമ്മ പഠിക്കുന്നുണ്ട് നല്ലോണം. ഞാൻ ചോദിച്ചു പഠിക്കുന്നുണ്ടല്ലോ, ഓളിയും വിശേഷിച്ചിട്ടാണല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത്. പക്ഷെ ഈ വാർത്ത എൻ്റെ മനസ്സിനെ വല്ലാണ്ട്, ഒരിക്കലും പത്രം കള്ളം പറയില്ലല്ലോ. അങ്ങനെ പിറ്റേന്ന് രാവിലെ വീണ്ടും ഈ 7:45 എൻ്റെ ജീവിതത്തിൽ നശിച്ച സമയമാണ്. രാവിലെ 7:45 വീണ്ടും ഞാൻ എൻ്റെ മോൻ പഠനം തുടങ്ങുന്ന സമയത്ത് ഞാൻ ഓൻ്റെ അടുത്ത്, ഓൻ്റെ രാവിലെ 7:30 ഓൻ്റെ ക്ലാസ് തുടങ്ങും. അങ്ങനെയാണ് മാഷന്മാരുടെ സമയത്തിനനുസരിച്ച ക്ലാസ്. ചമ്മണപ്പൊടി ഇട്ടിരിക്കുന്നു, വെള്ള ഡ്രസ്സ് ഇട്ടിരിക്കുന്നു, ഗുഡ് മോർണിംഗ് മിസ് എന്നെല്ലാം പറയുന്നു. അപ്പൊ ഞാൻ ഭാര്യയോട് വീണ്ടും ചോദിച്ചു എങ്ങനെയുണ്ട്? ഓള് പറഞ്ഞു സൂപ്പറാണ്. ഞാനതിന് ഓൻ്റെ പുറകുവശത്തൂടി ഇപ്പുറത്തൂടി വന്നിട്ട് ഓൻ്റെ മൊബൈൽ ഫോൺ ഒന്ന് പരിശോധിച്ചു. ഈ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോ ഈ മൊബൈൽ ഫോണിന് പകുതിയായിട്ട് മുറിച്ചിന്. പകുതിയായിട്ട് മുറിക്കുക ഇങ്ങനെ കത്തിയോണ്ട് മുറിച്ചല്ല, സ്പ്ലിറ്റ് സ്ക്രീൻ അതിന്റെ പേര്. മേലെ ഗൂഗിൾ മീറ്റിൽ ടീച്ചർ കണക്കിങ്ങനെ 1, 3, 3, 2, 5 ഇങ്ങനെ ഭയങ്കര ബഹളപ്പാട് തന്നെ. താഴത്തെ ഭാഗത്ത് ഇവൻ ഗെയിം കളിക്കുക. ഈ ആട്ടം കണ്ടപ്പോ എന്റെ ഭാര്യ വിചാരിക്കുന്ന കണക്കിന്റെ താളത്തിനനുസരിച്ചിട്ടുള്ള ആട്ടാന്നാണ്. ഞാൻ ഒരു വിളിക്കലും ഇവനും മൊബൈലും എല്ലാം ഉരുണ്ട് താഴെ വീണ്. ഇപ്പം പറഞ്ഞ അച്ഛ അപ്പാട് വന്നപ്പോൾ ക്ലാസ് അപ്പാട് പോയി. ഞാൻ ഒരു നാമൂസം വേണ്ട, കഴിഞ്ഞ 2 കൊല്ലമായി ഇനി എൻ്റെ അച്ഛനെയും അമ്മേനെയും പറ്റിക്കുന്നത്. ഞാൻ ഭാര്യയോട് ചോദിച്ചു എന്ത് നിയന്ത്രണമാണ്, എന്തെന്നാ നീ ഇവനെ പഠിപ്പിച്ചത്? ഓൾ പറഞ്ഞു ഇവൻ 1ാം ക്ലാസ്സുകാരൻ എന്നെ ചതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പോയി ചത്താള, ഇനി പോയി ചത്താള. ഓള് പറഞ്ഞു അതിലും നല്ല ചാകുന്ന തന്നെയാണ്. അപ്പൊ ഇവിടെയാണ് നമ്മളെ വിഷയം. 1ാം ക്ലാസ്സിലെ മകൻ എന്താണ് പഠിക്കുന്നതെന്ന് അടുത്തിരുന്ന അമ്മയ്ക്ക് മനസ്സിലാക്കാത്ത ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഞാൻ മൊബൈൽ ഫോൺ 4.5 മണിക്കൂറാണ് മക്കൾ ഉപയോഗിക്കുന്നത്. 4.5 മണിക്കൂർ മക്കൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അവൻ എന്ത് പഠിച്ചു എന്ന് 20 മിനിറ്റ് മാത്രം ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട് എങ്കിൽ 4 മണിക്കൂറും 10 മിനിറ്റും നമ്മളെ മക്കൾ എന്ത് പഠിച്ചു എന്ന് നിരീക്ഷിക്കാൻ നമ്മുടെ രക്ഷാകർത്താക്കൾ തയ്യാറായോ? അല്ലെങ്കിൽ നിരീക്ഷിച്ചോ, നിയന്ത്രിച്ചോ? ഇല്ല.